അവന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. ലേലിയ. ഈ വചനം പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും അല്ലേലിയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ട് നമ്മൾ ചിന്തിച്ച ഈ വചനം സകല ജാതികളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവിന്റെ നീതിയും സകല രാജാക്കന്മാരും കർത്താവിന്റെ മഹത്വത്തെയും, ജാതികളും രാജാക്കന്മാരും ഒരുപോലെ കർത്താവിന്റെ നീതിയും മഹത്വത്തെയും കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസലോ. വീണ്ടെടുക്കപ്പെട്ടു വരുന്ന ദൈവമക്കൾക്ക് വീണ്ടും ദൈവം പുതിയ പേര് നൽകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഹല്ലേലൂയ, യെരുശലേമിനെ കുറിച്ചും ഹല്ലേലൂയ ഇസ്രായേലിനെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിർവഹിക്കുന്നത് വരെ ഹല്ലേലൂയ ദൈവം അടങ്ങിയിരിക്കയില്ല എന്ന് പ്രവാചകൻ ഈ അധ്യായത്തിൽ പറയുക. പ്രൈസലോ. യെരുശലേമിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവത്തെ വലിയ പ്ലാനാണ്. അത് ദൈവം അവിടെ പൂർത്തീകരിക്കുന്നിടം വരെ നമ്മുടെ ദൈവം അടങ്ങിയിരിക്കയില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ ദൈവം അവരിൽ സന്തോഷിക്കാൻ പോവുകയാണ്. മണവാളനും മണവാട്ടിയും കൂടെ തമ്മിലുള്ള സന്തോഷം എന്ന് പറഞ്ഞ പോലെ, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ ദൈവം യെരുശലേമിലും ഇസ്രായേലിലും സന്തോഷിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന് വചനം പറയുന്ന, അവരുടെ ദേശം ബെയൂല അഥവാ വിവാഹസ്ഥ എന്ന പേരിൽ അറിയപ്പെടും. യെരുശലേമിന് വരുവാൻ പോകുന്ന ഭാവി മഹത്വത്തെ കുറിച്ചാണ് ഈ പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ വായിച്ച് യെരുശലേമിനെ കുറിച്ചും യഹൂദയെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ എത്ര യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഈ വചനത്തെ ഒന്നും ആർക്കും നീക്കിക്കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സത്യവേദ പുസ്തകത്തിനകത്തടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനുമായ വചനമാണ്. അത് മാനുഷികമായ ബുദ്ധി കൊണ്ടും കരങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒന്നും എഴുതിയതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷക്തന്മാരിൽ കൂടി എഴുതി തന്ന ആത്മാവും ജീവനുമാകുന്ന വചനം അത് പ്രവർത്തിക്കുന്നതാണ്, ജീവനുള്ളതാണ്. രക്തം ചെയ്യും. ആ വചനത്തെ മാറ്റുവാനോ മാറ്റി എഴുതുവാനോ ആർക്കും കഴിയില്ല. കാരണം ദൈവത്തിന്റെ വായ് കൽപ്പിച്ചതാണ്. രക്തം ചെയ്യും. പലരും മാറ്റുവാനും മാറ്റി എഴുതുവാനൊക്കെ ശ്രമിച്ചു. അവരെല്ലാം അതിൻ്റെതായിട്ടുള്ളത് അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. രക്തം ചെയ്യും. കണ്ടുകൊണ്ടിരിക്കുക, ഇനി കാണാൻ പോകുന്നതുകൊണ്ടും. പ്രൈസലോ. ഒരു ദൈവഹിതം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞ്, ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച് ഹല്ലേലൂയ സ്തോത്രം, നാം ഓരോ ദിവസവും മുമ്പോട്ട് പോകേണ്ട കാലഘട്ടമായത്. രക്തം ചെയ്യും. അങ്ങനത്തെ സ്ഥിതിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾ ആരായിരിക്കണമെന്ന് സ്വർഗം തീരുമാനിക്കുക. നിങ്ങൾ ആരായിരിക്കണം, നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ സ്വർഗം തീരുമാനിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേദപുസ്തകം നൽകുന്ന പലതരത്തിലുള്ള നാമമുണ്ട്. നിങ്ങൾക്ക് വേദപുസ്തകം തരുന്ന പല തരത്തിലുള്ള നാമമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് പുതിയ നാമം നൽകുന്നതിന്റെ രഹസ്യം എന്താണെന്ന് കൂടെ തിരിച്ചറിയണം. അപ്പൊ കർത്താവ് വിശുദ്ധ ബൈബിളിൽ വിശ്വാസികൾക്ക് പല നാമം തരുന്നു. ആമീൻ. കർത്താവ് നമുക്ക് പുതിയ നാമം നൽകുന്നതിന്റെ രഹസ്യം എന്താണ്? ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? ഹല്ലേലൂയ. എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാലോചിച്ച് ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരം കണ്ടുപിടിക്കണം. പ്രൈസലോ.
ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള പങ്ക് എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തോട് അടുത്ത മനുഷ്യനായി മാറും, ക്രിസ്തുവിനോട് അടുത്ത മനുഷ്യനായി മാറും, നിത്യതയോട് അടുത്തവനായി മാറും. ഈ ലോകപാപ ജീവിതങ്ങളിൽ നിങ്ങൾ വേറിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഹല്ലേലൂയ ക്രിസ്തുവേശുവിന്റെ ഭാവത്താൽ നിറയപ്പെട്ട് ജീവിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കും. രക്തം ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ലോകം പാപത്തിന്റെ മാലിന്യത്തിനകത്ത് വീണ്ടും കിടക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഓടകളൊക്കെ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. ആമീൻ. അഴുക്ക് വെള്ളങ്ങൾ കൊണ്ട് നിറയപ്പെട്ട്, വേസ്റ്റുകൾ കൊണ്ട് നിറയപ്പെട്ട്, വിവിധ ഇനത്തിലുള്ള കുപ്പകളാൽ നിറയപ്പെട്ട് കറുത്തിഴുകി പുഴുപിടിച്ച് കിടക്കുന്ന ഒരു അനുഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ? ദുർഗന്ധം വമിക്കുന്ന എന്ത് പറഞ്ഞ പോലാണെന്ന് ലോകം മുഴുവൻ. ഹല്ലേലൂയ. അത്രമാത്രം പാപം കൊണ്ട് നിറയപ്പെട്ട്, ശാപം കൊണ്ട് നിറയപ്പെട്ട്, മനുഷ്യൻ ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതങ്ങൾ അകപ്പെട്ട് ദൈവം ആരെന്നറിയാതെ ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കുന്ന ഇരു തോണിയിൽ കാലുവെച്ച് മുന്നോട്ട് പോകുന്ന വലിയൊരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. എത്ര ഭക്തനും വഴിതെറ്റിക്കുന്ന ഉപദേശങ്ങൾ, എത്ര ഭക്തനെയും ദൈവം അകറ്റിക്കളയുന്ന ഹല്ലേലൂയ പ്രവർത്തികൾ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനിടയിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്? രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കർത്താവിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, ലോകത്തിന് വേണ്ടിയിട്ടാണോ? എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ലോകത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടിയാണോ? ഇവിടുത്തെ മതങ്ങൾക്ക് വേണ്ടിയാണോ? ഇവിടുത്തെ സംഘടനകൾക്ക് വേണ്ടിയാണോ? ഇവിടുത്തെ തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും വേണ്ടിയാണോ നീ ജീവിക്കുന്നത്? ഹല്ലേലൂയ. എങ്കിൽ നീ പരാജയപ്പെട്ടവനാ, നീ പരാജയപ്പെട്ടവളാ. ഹല്ലേലൂയ. നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവളോ ആണെങ്കിൽ നീ ജയിച്ചവനാ. ഹല്ലേലൂയ. നിന്നെ ആർക്കും തകർക്കുവാൻ കഴിയില്ല. രക്തം ചെയ്യും. നീ ക്രിസ്തുവിൽ ജയാളിയ. തോറ്റവന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നീ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. സാത്താൻ തോറ്റവനാ, പിശാച് തോറ്റവനാ. നമ്മുടെ കർത്താവ് ജയാളിയാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും ഹല്ലേലൂയ സാത്താനെ ജയിച്ചവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പുരാതന കാലങ്ങളിലൊക്കെ സ്തോത്രം, ഗ്രീക്ക് തത്വജ്ഞാനികൾ അന്നത്തെ യൗവനക്കാരെ തട്ടി ഉണർത്തുമ്പോഴേ, ഹല്ലേലൂയ സ്തോത്രം, യൗവനക്കാര നിന്നെ നീ അറിഞ്ഞുകൊള്ളുക, നിനക്കുള്ളിൽ അല്ലെങ്കിൽ പൂഴ്ന്നു കിടക്കുന്ന മഹത്തായ ശക്തിയെ തട്ടി ഉണർത്തുക എന്നവർ പറയുമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമ കാലഘട്ടത്തില് അനവധി ഗ്രീക്ക് തത്വജ്ഞാനികൾ അന്നത്തെ യൗവനക്കാരെ തട്ടി ഉണർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യണം എന്നവരോട് പറയുമായിരുന്നു. യൗവനക്കാരുടെ, ഈ ലോകത്തിൽ നിങ്ങൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളിലുള്ള മഹത്തായ ശക്തിയെ നിങ്ങൾ തട്ടി ഉണർത്തണം. നമുക്കറിയാം, സോക്രട്ടീസും പ്ലൂട്ടോയും അരിസ്റ്റോട്ടിലും ഒക്കെ തുടങ്ങിയ ഗ്രീക്ക് വിജ്ഞാനികൾ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഇന്ത്യയിലുള്ള വിവേകാനന്ദനും പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എന്താണ്? ഹല്ലേലൂയ. സോക്രട്ടീസും പ്ലൂട്ടും അരിസ്റ്റോട്ടസും ഒക്കെ പറഞ്ഞ് അതേ കാര്യം തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന വിവേകാനന്ദനും പറഞ്ഞു. യൗവനക്കാർക്കുള്ളിൽ ഹല്ലേലൂയ അപ്രകാരം ഒരു ഉണർവിനെ അവർ കൊണ്ടുവന്നു. യൗവനക്കാരുടെ ഉള്ളിൽ നല്ലൊരു ഉണർവുണ്ടായിരുന്നു, നല്ലൊരു ശക്തി ഉണ്ടായിരുന്നു. അവരത് അറിഞ്ഞില്ല. അവരതറിയാതെ ലോകപ്രകാരം ജീവിച്ചപ്പോഴാണ് ഹല്ലേലൂയ അരിസ്റ്റോട്ടിലും ഫ്ലൂട്ടോയും ഹല്ലേലൂയ സ്തോത്രം സോക്രട്ടീസും ഒക്കെ ഇന്ത്യയിൽ നിന്ന് വിവേകാനന്ദനൊക്കെ യൗവനക്കാരെ തട്ടി ഉണർത്തി. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അവർക്ക് കൊടുത്ത ആഹ്വാനമാണ് പിന്നത്തെ ഇതിൽ ഒരുപാട് യൗവനക്കാർ എഴുന്നേക്കാൻ കാരണമായത്. ഹല്ലേലൂയ. ദൈവവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മുമ്പേ ഇതിനെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം ശലോമോൻ പറഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. രക്തം സഭാപ്രസംഗിയുടെ പുസ്തകം ഹല്ലേലൂയ 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ എന്ന്. ഹല്ലേലൂയ.
അമ്മ ശലോമോന് പറയും, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നീ സന്തോഷിക്കണം. നിന്റെ യൗവനകാലത്തിൽ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ഹൃദയം ആനന്ദിക്കണം. അതെ, മനുഷ്യന്റെ യൗവനകാലം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. മനുഷ്യന്റെ യൗവനകാലത്തിൽ ചെയ്യുവാനുള്ളതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നത്തേതിൽ ചെയ്യാൻ കഴിയത്തില്ല. ഓരോ മനുഷ്യന്റെ യൗവന കാലഘട്ടത്തിൽ ദൈവം അവന്റെ ഉള്ളിൽ പുതിയ ഉണർവും
ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ അതിൽ സദൃശവാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സദൃശവാക്യം ഹല്ലേലൂയ 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു എന്നാണ്. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഹല്ലേലൂയ വിവേകവുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നെ കേൾക്കുന്നവർ, ഒരു കുഞ്ഞ് തന്നെ അറിയുന്നതിന് മുമ്പ് ഹല്ലേലൂയ തന്റെ മാതാവിനെയാണ് അറിയുന്നത്. സ്തോത്രം. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ഹല്ലേലൂയ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വളർന്ന് സമയമാകുമ്പോൾ ആ കുഞ്ഞ് പുറത്തു വന്ന് ആ കുഞ്ഞിനെ അറിയുന്നതിന് മുമ്പ് ആദ്യം അറിയുന്നത് ആ കുഞ്ഞിന്റെ മാതാവിനെയാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞിന്റെ ഓരോ ആവശ്യങ്ങളും അവൾ നിറവേറ്റി കൊടുക്കും. ആ കുട്ടിയുടെ ഓരോ ആവശ്യങ്ങളും അവൾ നിറവേറ്റി കൊടുക്കും. കരഞ്ഞാൽ പാൽ കൊടുക്കും. ത്യാഗപൂർവം വളർത്തി വലുതാക്കുന്നു എന്നീ കാര്യങ്ങളെല്ലാം ആ കുഞ്ഞ് മനസ്സിലാക്കിയെടുക്കുകയാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞ് അതിനെ അറിയുന്നതിന് മുമ്പ് അതിന്റെ അമ്മയെ അറിയും. ഹല്ലേലൂയ. അത് കരയുമ്പോൾ, അതിന് വിശക്കുമ്പോൾ പാല് കൊടുക്കുന്നതും ത്യാഗപൂർവ്വം അതിനെ വളർത്തിയെടുക്കുന്നതും ഹല്ലേലൂയ വളരെ സൂക്ഷ്മതയോടെ പരിപാലിക്കുന്നത് ഈ കുഞ്ഞ് അമ്മയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതിനുശേഷമാണ് അപ്പനെയും സ്വന്തക്കാരെയും ഈ കുഞ്ഞറിയാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് ആമീൻ അപ്പനെയും സ്വന്തക്കാരെയും മറ്റുള്ളവരേക്ക് ഈ കുഞ്ഞറിഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ അമ്മയും അറിഞ്ഞ് അപ്പനെയും സ്വന്തക്കാരെയും സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കുഞ്ഞ് വളർന്ന് പ്രായമായി കഴിയുമ്പോഴാണ് ഈ കുഞ്ഞ് ആരാണെന്ന് കുഞ്ഞ് തന്നെ അറിയുന്നത്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളെ ലോകം അറിയുന്നതിന് മുമ്പ് യേശു പറഞ്ഞ് നേരത്തെ പറഞ്ഞേ, നിങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങളെ അറിഞ്ഞവൻ യേശു കർത്താവാണ്. ഹല്ലേലൂയ. നീ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ ജീവിക്കേണ്ടവനോ ജീവിക്കേണ്ടവളോ അല്ല. നീ ലോകത്തിന്റെ വെറുപ്പത്തിൽ അകപ്പെട്ടു പോകേണ്ടവനല്ല. ഇവിടുത്തെ ചിന്തകൾക്കും ചിന്താഗതികൾക്കും ഇവിടുത്തെ കാലഗതികൾക്കനുസരിച്ച് പോകേണ്ടവനല്ല നീ. നിന്നെ സൃഷ്ടിച്ചവന്റെ ഇഷ്ടം നീ തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതം മനസ്സിലാക്കി നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം, നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി അത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കാലങ്ങൾ എത്രയായി നിനക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ നീ യാത്ര ചെയ്യുന്നു. ജീവിതത്തിൽ പടുത്തുയർത്തിയതും കെട്ടിപ്പടുത്തിയതുമെല്ലാം, വലിച്ചെടുത്തതും പിടിച്ചു വാങ്ങിയതും പിടിച്ചു പറിച്ചതും മറ്റുള്ളവരെ അപഹരിച്ചെടുത്തതും വെട്ടിപ്പിടിച്ചതുമെല്ലാം നീ കണ്ട് സന്തോഷിച്ച നാളുകളില്ലേ? അതെല്ലാം നിന്റെ കയ്യിൽ നഷ്ടമായ ദിവസങ്ങളുമില്ലേ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ നീ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നീ സന്തോഷിക്കരുത്. നിന്നെ സൃഷ്ടിച്ചവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നീ സന്തോഷിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും നിന്റെ ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ, വളരുവാൻ കഴിയാതെ, വളർച്ച പ്രാപിക്കാൻ കഴിയാതെ, മുമ്പോട്ട് പോകാൻ കഴിയാതെ വഴികളെല്ലാം മട്ടഞ്ച് നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവി, വിവിധ പാപവും ശാപവും രോഗവും നിന്റെ ശരീരത്തെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത് നീ യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നീ അനുഭവിക്കുന്ന ജീവിതത്തിലെ ത്യാഗങ്ങൾ എത്ര വലുതായിരുന്നാലും അവയെ നീക്കി നിന്റെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞു, ജാതികൾ നിന്റെ നീതിയിൽ, സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെ കാണും. അതെ, കഴിഞ്ഞ കാലഘട്ടങ്ങൾ അനവധി ജാതികൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നീതിയെ തിരിച്ചറിഞ്ഞു. അനവധി രാജാക്കന്മാർ കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. അങ്ങനെ വലിയ കൂട്ടം ജനം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ഒരുവൻ യേശുക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും കൊണ്ട് നിറയും. കഴിഞ്ഞകാല ജീവിതത്തിലെ കഷ്ടങ്ങളെ അവൻ മറന്നുപോകും, ദുഃഖങ്ങളെ മറന്നുപോകും. അവൻ ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കഷ്ടങ്ങൾ കൊണ്ട്, കഷ്ടപ്പാടുകൾ കൊണ്ട്, വേദനകൾ കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഭക്തനായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും ഹല്ലേലൂയ, ജീവിതത്തിൽ കഷ്ടതകൾ എല്ലാവർക്കും ഉണ്ട്.
ഹല്ലേലൂയ. നാം എല്ലാവരും ഓരോ കഷ്ടതയിലൂടെ കടന്നുപോയേ മതിയാകും. രക്തം ചെയ്യും. നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ തകർക്കുവാനല്ല, ആ കഷ്ടത നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. രക്തം ചെയ്യാം. ഞാൻ കഴിഞ്ഞ ചില നാളുകളായി ശാരീരികമായി വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതെന്റെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാണ്. ഞാൻ ദൈവസനിൽ കൂടുതലായി സമയം ചെലവഴിപ്പാൻ തുടങ്ങി, ദൈവസനിൽ ചേർന്നിരിപ്പാൻ തുടങ്ങി. എന്റെ ജീവിതത്തിന്റെ സമയം ഞാൻ ഏറ്റവും കർത്താവിന് വേണ്ടി കൊടുക്കാൻ തുടങ്ങി. ലോകപരമായ എല്ലാ ചിന്തകളും ചിന്താഗതികളും മാറ്റിവെച്ചിട്ട് യേശുക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് ആമീൻ നിറച്ചുകൊണ്ട് ദൈവസനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവം ഹല്ലേലൂയ വലിയ സമാധാനം തരും. പ്രൈസ്. നിന്റെ സമയത്തെ നീ നഷ്ടപ്പെടുത്തി കളയാതെ യൗവന കാലത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. പാപം നിന്റെ മുമ്പിലുണ്ട്. പാപം നിന്നെ വശീകരിക്കുവാൻ പാപത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളുമായി നിന്റെ കയ്യിൽ തന്നെ അതിനുള്ള ഉപകരണമുണ്ട്. ഹല്ലേലൂയ. അത് നിന്നെ തകർത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകക്കാരെ പോലെ ജീവിക്കരുത്. ഹല്ലേലൂയ. ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. ഏത് സമയത്തും മരണം കടന്നു വരാം. ഏത് സമയത്തും മരണം കടന്നു വരാം. മരണം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. മരണം നമ്മെ എപ്പോൾ വിളിച്ചാലും നാം മാറിക്കൊടുത്തേ മതിയാകൂ. മരണം നമ്മെ വിളിച്ച് നാം മാറിക്കൊടുക്കുമ്പോൾ മരണാനന്തര ജീവിതം നിത്യതയിൽ ദൈവരാജ്യത്തിലാകണമെങ്കിൽ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിഞ്ഞ് ദൈവവചനം അനുസരിച്ച് പ്രമാണം അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കാണ് ഹല്ലേലൂയ ആ നിത്യതയിൽ ചെന്ന് ചേരാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ ആമേൻ ക്രിസ്തുവിന് എത്ര സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിൽ എത്ര സ്ഥാനമുണ്ട്. നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം നീ ക്രിസ്തുവിന് ഇടം കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം നീ ക്രിസ്തുവിന് വേണ്ടി എത്രമാത്രം വേറിട്ടിരിക്കുന്നുണ്ട്. ദൈവവചനവുമായി നിനക്ക് എത്രമാത്രം ബന്ധമുണ്ട് ഒരു ദിവസം. ഹല്ലേലൂയ. ഓരോ ദിവസവും നീ ദൈവവചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ദൈവത്തിന് വേറിട്ടിന്ന് പ്രാർത്ഥിക്കുന്നതിനും നീ എത്രമാത്രം സമയത്ത് ചെലവഴിക്കുന്നുണ്ട്. ഓരോ ദിവസവും ദൈവശബ്ദം കേൾക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന ചോദിച്ചുകൊണ്ട് നിന്നിൽ മറഞ്ഞു കിടക്കുന്ന, നിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ശക്തിയെ തട്ടി ഉണർത്തി മഹത്തായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നീ തീരുമാനമെടുക്കാറുണ്ടോ? രക്തം ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു അവസരം കർത്താവ് നിനക്ക് തരികയാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ മിക്ക സന്ദേശങ്ങളും പറയാറുണ്ട്, ഇന്നത്തെ തലമുറ യൗവനക്കാരെ എന്തിനേറെ കുഞ്ഞു കുട്ടികളടക്കം വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ നശിപ്പിക്കുന്നത്, ദൈവത്തിന് അകറ്റിക്കളയുന്നത് ഈ മൊബൈലും അതിനകത്തെ അശ്ലീലമായ കാര്യങ്ങളുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനകത്ത് നീ അടിമപ്പെട്ടുപോയി. സ്തോത്രം. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം എത്ര ഹല്ലേലൂയ പരാജയപ്പെട്ടതാണ്. നിത്യതയിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെന്നു ചേരാൻ കഴിയില്ല. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. യേശുക്രിസ്തുവിലേക്ക് വരണം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിന്റെ ഹൃദയത്തിനകത്ത് നീ ആനന്ദം കണ്ടെത്തണം. രക്തം ചെയ്യാം. ലോകത്തിന്റെ അശ്ലീലമായ ചിത്രങ്ങൾ കണ്ട്, ലോകത്തിന്റെ അശ്ലീലമായ ചാറ്റിങ്ങിലൂടെ ഹല്ലേലൂയ നീ പോയി ഹല്ലേലൂയ നീ സന്തോഷം കണ്ടെത്തരുത്. സമയം മുഴുവൻ, ഒരു ദിവസം സമയം മുഴുവൻ ചാറ്റുവാൻ സമയം കിട്ടും. ഒരു നിമിഷം നിനക്ക് ബൈബിൾ വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ഒരു നിമിഷം നീ ബൈബിൾ വാങ്ങാൻ സമയം മാറ്റിവെച്ചിട്ടുണ്ടോ? പ്രഭാതം തൊട്ട് രാത്രി കിടക്കുന്നിടം വരെ, കിടന്നാൽ ഉറക്കം വരുന്നിടം വരെ വാമി മൊബൈലിൽ നീ ചാറ്റ് ചെയ്യല്ലേ? നീ വേറിട്ട് പ്രാർത്ഥിക്കാൻ നിനക്ക് തയ്യാറുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ നീ? ഹല്ലേലൂയ. ഇത് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വല്ലവരോടും പറയുന്ന ദൂത്, നീ ലോകത്തെ ഉപേക്ഷിക്കണം, പാപത്തെ ഉപേക്ഷിക്കണം, ഇവിടുത്തെ മായയായ സുഖങ്ങളെ നീ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ ഇതിന്റെ മഹത്വത്തെ കാണുമെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് തരുമെന്ന് പ്രവാചകൻ പറയുന്നിരിക്കുമ്പോൾ നീ അതിനു വേണ്ടി ആഗ്രഹിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ദാഹമായിരിക്കണം നിനക്ക്.
വചനം വായിച്ച് പഠിക്കുവാൻ, വചനം വായിച്ച് ധ്യാനിക്കുവാൻ, വചനത്തിൽ ആലോചന കണ്ടെത്തുവാൻ, വചനത്തിൽ ദൂത് പ്രാപിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹവും വാഞ്ചിയുമായിരിക്കണം അതിന്റെ ഹൃദയത്തിൽ. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിരന്തരമായിട്ട് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കകത്ത് വീഴാൻ പറ്റത്തില്ല. അവരാ പ്രവൃത്തിയിലേക്ക് പോകത്തില്ല. കാരണം അവർ ദൈവത്തിന് അകന്നു പോകും. അതുകൊണ്ട് അവരതിന് ഒഴിവുള്ളവരായിരിക്കും. രക്തം ചെയ്യും. അവരെപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കും, ദൈവത്തോട് ചേർന്ന് വസിക്കും. ഹല്ലേലൂയ. തമ്പുരാന്റെ ശബ്ദം കേൾക്കാൻ അവരെപ്പോഴും കാതോർത്തിരിക്കും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആയിരക്കണക്കിന് വിശുദ്ധന്മാർ നിന്റെ ഇടയിലുണ്ടെന്ന് തിരിച്ചറിയണം. രക്തം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ശക്തമായ ദൂത്, നിന്റെ യൗവനകാലത്ത് നീ സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ്. അരിസ്റ്റോട്ടിലും സോക്രട്ടീസും ഒക്കെ ഹല്ലേലൂയ യൗവനക്കാരെ തട്ടിയുണർത്തി. ഹല്ലേലൂയ. വിവേകാനന്ദൻ അടക്കമുള്ള യൗവനക്കാരെ തട്ടിയുണർത്തി നിങ്ങൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവരിൽ വലിയൊരു ഉണർവ് വന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം ഉണർന്ന് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ, എന്നിലും നിങ്ങളും പകർന്നിരിക്കുന്ന താലന്തുകളെ നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. കർത്താവിന് വേണ്ടി ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കണം. രക്തം ചെയ്യണം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ചാലുടൻ ആ കുഞ്ഞിനെ അറിയുന്നതിന്റെ അമ്മയെ അറിഞ്ഞു. പിന്നീട് അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം അറിയാൻ തുടങ്ങി. അത് വളർന്നു വരുന്തോറും പലരെയും അറിഞ്ഞു തുടങ്ങി. അങ്ങനെ കുഞ്ഞിനെ കർത്താവേ സ്തോത്രം സകല ജനങ്ങളും അറിഞ്ഞു വന്ന് കുഞ്ഞ് പലരെയും അറിയാൻ തുടങ്ങി. എന്നാൽ ആ കുഞ്ഞിനെ അറിയുമ്പോഴാണ്, ആ കുഞ്ഞ് വളർന്നു വന്ന് ക്രിസ്തുവിൽ ഞാൻ ആരാണ്, ക്രിസ്തുവിന്റെ സ്ഥാനം എന്താണെന്ന് ആ കുഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവൻ ദൈവത്തോടെടുക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യൗവനക്കാരി, ക്രിസ്തുവിൽ നീ ആരാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നീ ആരാണ്, ക്രിസ്തുവിൽ നിനക്കുള്ള സ്ഥാനം എന്താണ്, ക്രിസ്തുവിൽ നിനക്കുള്ള ക്രിസ്തുവിൽ നിനക്കുള്ള ഇരിപ്പിടം എന്താണ്, ഹല്ലേലൂയ എന്നൊക്കെ നീ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവേശുവിലൂടെ നീ വീണ്ടെടുപ്പ് പ്രാപിച്ച് നീ ദൈവത്തിന് വേണ്ടി ഉണരണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് മാതാവും പിതാവും ആയിരിക്കുന്നവൻ കർത്താവാകുന്നു. അവൻ എൽ ഷദായി എന്ന പേരിൽ അബ്രഹാമിനെ തന്നെ വെളിപ്പെടുത്തി. അപ്പൊ നമുക്ക് മാതാവും പിതാവും ഒക്കെ ആയിരിക്കുന്ന ആരാ? നമ്മുടെ കർത്താവാ. അബ്രഹാമിനെ ദൈവം ഹല്ലേലൂയ അത് വെളിപ്പെടുത്തി എൽ ഷദായി ആയി. അതിനെക്കുറിച്ചാണ് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് പറഞ്ഞു. അതെ, അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടിട്ട് പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സൃഷ്ടിച്ച കർത്താവിനെ കുറിച്ചും അവന്റെ രഹസ്യങ്ങളെ കുറിച്ചും അറിയുന്നതിനുമായി അവൻ സ്തോത്രം ഹല്ലേലൂയ അറേബ്യ മരുഭൂമിയിൽ 3.5 വർഷത്തോളം പോയി കർത്താവിന്റെ സാന്നിധ്യത്തിൽ കാത്തിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പൗലോസ് കർത്താവിനെ അറിയുവാൻ വേണ്ടിയിട്ട്, കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ, പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി അറേബ്യ മരുഭൂമിയിൽ കടന്നു പോയിരുന്ന് പൗലോസ് കർത്താവിന് വേണ്ടി സമയത്തെ വേർതിരിച്ചു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയാണ് ഭക്തന്മാർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നീ കർത്താവിന് വേർതിരിച്ചിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നീ പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, നിന്റെ ജീവിതത്തിൽ ആരാധന നഷ്ടപ്പെട്ടു പോയി, ദൈവത്തുള്ള കൂട്ടായ്മ ബന്ധപ്പെട്ടു പോയി, ദൈവത്തുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി, നീ ദൈവത്തിനകന്നു പോയി, നീ ലോകക്കാരെ പോലെ ജീവിക്കുവാൻ തുടങ്ങി, പാപം നിന്നെ വസിക്കുവാൻ തുടങ്ങി, നിന്നെ നടത്തുന്നത് സാത്താനായി മാറി. ഹല്ലേലൂയ. അതെ, നീ അകന്നവളാ. മടങ്ങി വരാൻ ദൈവം ഒരു അവസരം തരിക. ഹല്ലേലൂയ. പൗലോസിനെ പോലെ മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പൗലോസിനെ പോലെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്റെ കാതുകൾക്കകത്ത് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നാം ഫിലിപ്പി ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് പൗലോസ് പറയുക, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു,
എന്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുക ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മുകളിലോട്ട് ഒന്നുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ കാണുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തുനിമിത്തം ഛേദമെന്നിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദമെന്നുണ്ടെന്നു. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചുവെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുക, അവൻ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധിനെയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെന്ന് തോന്നുന്നു. ആ ഭാഗം നമുക്ക് വിവരിക്കുവാൻ ഒരുപാടുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അത് ക്രിസ്തു മുഖാന്തരം സകലതും ചവറന്നെണ്ണുക. പൗലോസിനെ പോലെ നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി വേർതിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഈ കാലഘട്ടത്തിൽ അനവധി പൗലോസുമാരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ലാഭമായിരുന്നതൊക്കെ ഛേദമെന്നെണ്ണിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നേടാൻ വേണ്ടി സകലവും ചവറന്നെണ്ണി ക്രിസ്തുവിന് വേണ്ടി നീ വേർതിരിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ അനുഭവിക്കാൻ കഴിയാത്ത ദൈവിക സമാധാനത്തെ യേശു നിന്റെ ജീവിതത്തിൽ തന്ന നിന്റെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് ദൈവം കൊണ്ടുവരും, വ്യക്തം ചെയ്യും. അപ്പം പൗലോസൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സമയത്തെ വേർതിരിച്ച് മാറിയിരുന്നു. ഹല്ലേലൂയ. ദൈവശബ്ദം നന്നായിട്ട് കേട്ടവനാണ് പൗലോസ്. ഹല്ലേലൂയ. ദൈവശബ്ദവും ദൈവിക വെളിപ്പാടുകളും പ്രാപിച്ച് ദൈവസഭ കീടുറ്റ ലേഖനങ്ങൾ എഴുതിയെടുക്കുവാൻ പൗലോസിനെ യേശു കർത്താവ് ഉപയോഗിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നീ ദൈവശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. ലോകത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നീ പരാജയപ്പെട്ടു പോകും, രക്തം ചെയ്യും. യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ അറിയണം, രക്തം ചെയ്യും. ലോകത്തെക്കുറിച്ച് നീ അറിയണം, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയണം, നിന്നെക്കുറിച്ച് നീ അറിയണം. നിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് നീ അറിയണം, നിന്റെ കൂട്ടുകാരെ കുറിച്ച് അറിയണം, എല്ലാവരെയും കുറിച്ച് അറിയണം. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് പിന്നെ നിന്നെ തന്നെ അറിയണം. ക്രിസ്തുവിൽ ഞാൻ ആരാണ്, ക്രിസ്തു എനിക്ക് ആരാണ് എന്ന് നീ തിരിച്ചറിയണം. അപ്പോഴാണ് നീ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്, രക്തം ചെയ്യും. അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത്, നിന്റെ ജീവിതത്തിൽ യഥാർത്ഥ സ്വസ്ഥതയുണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തെ നമുക്ക് മാറ്റിവെക്കരുത്. ദൈവവചനത്തെ മാറ്റിവെച്ചിട്ട് നീ ഒന്നും ചെയ്യരുത്, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ജീവിതം ക്രിസ്തുവിനോട് കൂടെ വേണം. ഹല്ലേലൂയ. ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അത് ക്രിസ്തുവിനോട് കൂടെ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ശ്വാസം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നാം ഇപ്പോൾ എടുക്കുന്ന ശ്വാസം പോകാൻ അധിക സമയമൊന്നും വേണ്ട, നമ്മുടെ ശ്വാസം നിലയ്ക്കുവാൻ അധിക സമയമൊന്നും വേണ്ട. പക്ഷേ ജീവിക്കുന്ന സമയം എത്ര കിട്ടിയോ അത്രയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, രക്തം ചെയ്യും. ഈ ലോകത്തിന്റെ പാപത്തെ, ഈ ലോകത്തിന്റെ സുഖങ്ങളെ നീ വെടിയണം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നീ സ്വീകരിക്കണം, ക്രിസ്തുവിനുള്ള സന്തോഷം കണ്ടെത്തണം. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുമ്പോഴും പറഞ്ഞു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അതാ ജീവിതത്തിൽ കഷ്ടമുണ്ട് സ്വഭാവി. പൗലോസ് കാരാഗ്രഹത്തിലാ, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രതികൂലത്തിന്റെ നടുവിലെ മനുഷ്യൻ കിടക്കുമ്പോഴും പറയുക, ഹല്ലേലൂയ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞ വാക്ക് പൗലോസിന്റെ ജീവിതത്തിൽ അത് പൂർത്തീകരിച്ചപ്പോൾ, ജാതികൾ നിന്റെ നീതിയെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണുമെന്ന് ഹല്ലേലൂയ പ്രവാചകൻ എഴുതപ്പെട്ട വചനം പൗലോസിന്റെ ജീവിതത്തിൽ വന്നു. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേര് ശൗലെന്ന് പറയുന്ന പൗലോസിന് ലഭ്യമായി കഴിഞ്ഞപ്പോൾ ശൗലിന്റെ പേര് മാറി, ഇപ്പം പൗലോസ്. ഹല്ലേലൂയ.
അത് പൗലോസിന്റെ ജീവിതം എത്രമാത്രം സന്തോഷത്തോടു കൂടി ആനന്ദിച്ച് കാണും. രക്തം ചെയ്യും. നിങ്ങൾക്ക് പൗലോസിനെ പോലെ സന്തോഷിപ്പാൻ കഴിയുന്നുണ്ടോ? കഷ്ടതയിലും വേദനയിലും ദുഃഖത്തിലും സങ്കടത്തിലും കണ്ണുനീരിലും ആപത്തിലും മരണവേളയിലും അല്ലെങ്കിൽ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ കഴിയുന്നുണ്ടോ? രക്തം ചെയ്യും. ഞാൻ ജീവിതത്തിൽ ഇപ്പോഴും ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എത്രമാത്രം അതിനുവേണ്ടി താഴാൻ കഴിയുമോ അത്രമാത്രം താണുകൊണ്ടിരിക്കുക. ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എവിടുത്തെ പാപസുഖങ്ങളിലേക്ക് വീണുപോയി ക്രിസ്തുവിൽ അകന്നു പോകാതെ ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുക. അല്പകാലം മാത്രമേ ഉള്ളൂ ജീവിതമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് അല്ലേരിയ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള കാലം ക്രിസ്തുവിന് വേണ്ടി രക്തം ചെയ്യും. പൗലോസ് പറഞ്ഞു, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു എന്ന്. രക്തം ചെയ്യും. അല്ലേരിയ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേരിയ ആമൻ ഓരോ ദൈവഭക്തനും താൻ ആരെന്ന് തിരിച്ചറിയണം. ഓരോ ദൈവഭക്തനും താൻ ആരെന്ന് തിരിച്ചറിയണം. ഈ പരിജ്ഞാനം നമുക്ക് വേണം. ഇത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പറയുന്ന ജ്ഞാനമല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ആ ഒരു പരിജ്ഞാനം നിങ്ങൾക്ക് വേണം. ആ പരിജ്ഞാനം നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പറയുന്ന ജ്ഞാനമോ ഡോക്ടർമാരോ മറ്റുള്ളവരോ സാധാരണവും നിങ്ങളെ കുറിച്ച് പറയുന്ന വിവരങ്ങളല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും ഡോക്ടർമാരും തത്വജ്ഞാനികളും വിജ്ഞാനികളും ലോകക്കാരും ഒക്കെ നിങ്ങളുടെ വീട്ടുകാരും സാത്താനൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയും. അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറയും അവര്. പക്ഷെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കാണുന്ന ലോകക്കാര് പറയുന്നതല്ല നീ തിരിച്ചറിയേണ്ടത്. ക്രിസ്തുവിൽ നീ ആരാണ്, ക്രിസ്തുവിൽ നിനക്കുള്ള പങ്കെന്താണ്, ക്രിസ്തു നിന്നിൽ ആരാണ് എന്ന് നീ തിരിച്ചറിയുവാൻ നീ ആത്മാവിൽ നിറയണം. പ്രൈസലോ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസലോട്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാണ്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാകുന്നു. കർത്താവ് നിങ്ങളെ വിശേഷിച്ചവരായി കാണുന്നു. കർത്താവ് നിങ്ങളെ വിശേഷിച്ചവരായി കാണുന്നു. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കുമെന്ന് ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 62:3 നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ കയ്യിൽ ആരാണ്? യഹോവയുടെ കയ്യിൽ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമാണ്. രക്തം ചെയ്യും. കേൾക്കുന്ന മാതാവേ പിതാവേ, കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നൊരു വാക്യം കൂടെ വായിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നൊക്കെ സ്തോത്രം അല്ലില്ല. സ്തോത്രം. അല്ലെ ഈ ഫിലദൽഫിയയുടെ സഭയ്ക്കുള്ള ദൂത് എഴുതുമ്പോൾ ആമേൻ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ജയിക്കുന്നവൻ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന നല്ലൊരു ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും ഹല്ലേലൂയ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതുവെന്ന. അതാണ് നമ്മൾ യെശയ്യാപ്രവാചകത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. അതേ പ്രശ്നേക്ക് ആ ഭാഗം നമുക്ക് വിവരിക്കുക സമയമില്ലാത്തതുകൊണ്ട് നമുക്കൊന്നിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കാം. പ്രവാചകൻ പറഞ്ഞു, ഹല്ലേലൂയ, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ ഇതിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. അത് നീ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടണം. ഇത് പകൽ ആരെങ്കിലും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടാം. ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് നിന്റെ അവസാനം നിത്യ നരകത്തിൽ പോകുന്നതിന് മുമ്പ് ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കാമോ? യേശുവേ, ഈ ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ, ഇവിടുത്തെ സുഖങ്ങളും വേണ്ട. എനിക്ക് അങ്ങയോടൊത്തുള്ള ജീവിതം, അങ്ങയോടുള്ള വാസം, എനിക്ക് നിത്യത അങ്ങയോടൊപ്പം സ്വർഗരാജ്യത്തിൽ മതി. ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച്
ആ ക്രിസ്തുവിനുള്ള പുതിയ പേര് നീ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറിയൊരു വലിയൊരു കർത്താവ് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തയ്ക്ക് ദിനാൽ വിവൃത്താശ്രമം തലമുറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഗവൺമെന്റ്, താലൂക്ക്, ബ്ലോക്ക്, ജില്ല ഭരണ നേതാവ്, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, രാജാക്കന്മാർ, രാജ്യസഭ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തെ കരസേന, വ്യോമസേന, നാവികസേന, കർത്താവി സ്തോത്രം. നിയമപാലകരെയും സാമ്യ നിയമമാണ് നിൽക്കുന്ന ക്രമസമാധാന പാലകരെ, കരയിൽ കടലും ആകാശമാർഗം വാഹനോട് യാത്ര ചെയ്ത് വാഹനം നിർമ്മിതാക്കൾ സ്തോത്രം. സമുദ്രാർത്ഥത്തിൽ ജോലി ചെയ്യുന്നവർ, കല്ലിലെ ഖനികളിലും കമ്പനികളിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കടലോര വാസന മത്സ്യബന്ധനായിരിക്കുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും, വ്യവസായികളും, എല്ലാ വഴിയോര കച്ചവടക്കാരെയും, സഹകരണ മേഖലയും പൊതുമേഖലയും ആതുര മേഖലയിലും ഒക്കെ, ബാങ്ക് മേഖല, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ, ഹല്ലേലൂയ, കൺസ്ട്രക്ഷൻ മേഖലയിൽ, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവ് സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന രംഗത്ത്, ചലച്ചിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങൾ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, കർത്താവ് ഭരണപ്രദേശ പാർട്ടികൾ എല്ലാവരും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ ജനമാനസാന്തപ്പെട്ട് മടങ്ങി വരട്ടെ. മദ്യത്തിനും മയക്കുവിനും വൻസലകരിപ്പത്ത സകല ചൂതാട്ട ജനിക്ക് വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവർ മടങ്ങി വരട്ടെ. രാഷ്ട്രീയത്തിന് വേണ്ടി, മതങ്ങൾക്ക് വേണ്ടി, തീവ്രവാദ ഭീകരവാദ വർഗീയതയ്ക്ക് വേണ്ടി ആമി കർത്താവി അടിമപ്പെട്ടു പോയ ജീവിതങ്ങൾ മടങ്ങി വന്ന് ക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ട ശാപത്തിലേക്ക് പോകാതെ മടങ്ങി വന്ന് ക്രിസ്തു ജയകരമായ ജീവിതം നയിച്ച് കർത്താവിന് വരവിനായി ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കണ്ണുനീര് കൊണ്ട് നിറയപ്പെട്ട ഭൂമി ജനം മാനസാന്തരപ്പെടട്ടെ. ഇന്നവർ കേരളത്തിലും ഭാരത വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്ത് യാത്ര ചെയ്യുന്നവർ, പഠനത്തിനെ കടന്നുപോയിരിക്കുന്നവർ എല്ലാം ഓർക്കുന്നു. കർത്താവിന്റെ മുഖത്തുമേലെ വേലടിച്ചാമി ഭാഗത്ത് ചുമൽ കൊടുക്കുന്ന അഭിഷക്തന്മാർ, ദാസിദാസന്മാർ, കേരളത്തിൽ ഭാരത വിദേശ രാജ്യങ്ങൾ അവരെന്തിക്കും അനുഗ്രഹിക്കണമേ. സുവിശേഷ മുഖാന്തരം കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന രക്തസാക്ഷികളായിട്ട് കുടുംബങ്ങളെ കർത്താവ് ചേലറെ കിടക്കുന്നവരെ ഓർക്കുന്നു. എല്ലാവർക്കും മോചന, സമാധാനം, സന്തോഷം കൊടുക്കണമേ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഉയർത്തുക, സകല ജനത്തെ ശക്തീകരിച്ചാട്ട് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.